നമസ്കാരം. എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ HSA സോഷ്യൽ സയൻസിലെ കുറച്ച് PYQs ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് HSAയിൽ നമുക്ക് മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന PYQs ആണ്. മലയാളം, തമിഴ്, അതുപോലെ തന്നെ കന്നഡ മീഡിയംസിൽ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്. സോ നമ്മൾ ഇന്ന് ഇതേപോലെ HSAയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം HSA സോഷ്യൽ സയൻസ് 2016 മലയാളം മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യം ശരിക്കും നിങ്ങളുടെ സിലബസിൽ, അതായത് HSA സോഷ്യൽ സയൻസിന്റെ പാർട്ട് ബി വേൾഡ് ഹിസ്റ്ററി മൊഡ്യൂൾ നമ്പർ 1 അതിലെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് ലാസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതില് 5-മത്തെ 6-മത്തെ യൂണിറ്റ് ആണ് റവല്യൂഷനുകളെ കുറിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. അതായത് ഒരുപാട് റവല്യൂഷനുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ട്, റഷ്യൻ റവല്യൂഷനെ കുറിച്ചിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോ ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സമയത്ത് ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും ഈ ഒരു പാറ്റേൺ, അതായത് സ്പിന്നിങ് മോൾ കണ്ടുപിടിച്ചത് ആര്, അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയുന്നത് ഇൻവെൻഷനുകൾ, ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവത്തിന്റെ ആ ഒരു സമയം. ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ. ഇപ്പോ ഇതേപോലെ ടെക്സ്റ്റൈൽ മേഖലയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കണ്ടുപിടുത്തമാണ് സ്പിന്നിങ് മ്യൂൾ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആദ്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഹോം ലാൻഡ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുന്നത് ബർത്ത് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നു. ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അതായത് നമ്മളുടെ 18-ാം നൂറ്റാണ്ട്. അതായത് 18-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്താണ് 18-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1700-കളാണ്. അപ്പോ 1700-കളുടെ സെക്കൻഡ് ഹാഫിലാണ് എന്താവുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ശരിക്കും ഇംഗ്ലണ്ടിൽ നടക്കുന്നത്. അതായത് 1750-കളിലാണ് ഇംഗ്ലണ്ടിൽ ഏകദേശം എന്താ പറയുന്നത്, ഏകദേശം ഈ ഒരു ടൈമിന്റെ ഇടയിലാണ് ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നത്. അതിന് മുന്നേ ഉണ്ട്. ഇപ്പോൾ 1730-കളൊക്കെ ആവുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും എന്താ പറയാ, 18-ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് ഹാഫ് മുതൽക്കാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയമാണ് 1750-കൾ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഇൻഡസ്ട്രികൾ, ആദ്യമായിട്ട് വലിയ തോതിൽ വ്യവസായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്ക് ഈ നമ്മളുടെ ടെക്സ്റ്റൈൽ മേഖലയിലാണ്. മീൻസ് തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽ മേഖലയിലാണ് വലിയ ഇൻവെൻഷനുകൾ നടന്നിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ ഫാക്ടറികളെല്ലാം നിലവിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഫാക്ടറി നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത്, ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ഫാക്ടറികൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് 1750-കളാണ്. അപ്പോൾ ആ സമയത്ത് ഫാക്ടറികൾ വരുന്നുണ്ട്, ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്. സ്പിന്നിങ് ജെന്നി, വാട്ടർ ഫ്രെയിം, അതുപോലെ തന്നെ കോട്ടൺ ജിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ 1750-കളിൽ ഇംഗ്ലണ്ടിലും
ഇംഗ്ലണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കും. ഇപ്പൊ കോട്ടൺ ജിന്ന് കണ്ടെത്തിയത് ആരാണ്, വാട്ടർ ഫ്രെയിം കണ്ടെത്തിയത് ആരാണ്, എന്ന് വാട്ടർ ലൂം കണ്ടെത്തിയത് ആരാണ്, ഇത്തരത്തിലുള്ള സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയത് ആരാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇവിടെ എങ്ങനെയാണ്, സ്പിന്നിങ് മ്യൂള് കണ്ടെത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ അവരുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിച്ചാർഡ് ആർക്രൈറ്റ് ഉണ്ട്, സാമുവൽ ക്രോംപ്റ്റൺ ഉണ്ട്, ജെയിംസ് ഹർഗ്രീവ്സ് ഉണ്ട്, എഡ്മണ്ട് കാർട്രൈറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 4 പ്രമുഖരായിട്ടുണ്ടായിരുന്ന ആളുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആരാണ് സ്പിന്നിങ് മ്യൂള് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. പറയൂ, ആരാണ് സ്പിന്നിങ് മ്യൂള് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? സ്പിന്നിങ് മ്യൂള് ശരിക്കും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് സാമുവൽ ക്രോംപ്റ്റൺ എന്ന് പറയുന്ന ആളാണ്. സാമുവൽ ക്രോംപ്റ്റൺ സ്പിന്നിങ് മ്യൂൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പേരിൽ നിങ്ങൾ നോക്കുക, സാമുവൽ, ആ ഒരു ഫസ്റ്റ് നെയിം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ സ്പിന്നിങ് മ്യൂൾ. അപ്പൊ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും, സ്പിന്നിങ് മ്യൂള് സാമുവൽ, സ്പിന്നിങ് മ്യൂള് സാമുവൽ, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഓക്കെ, അപ്പൊ അത് അങ്ങനെ പഠിച്ചു വെക്കുക. സാമുവൽ ക്രോംപ്റ്റൺ ആണ് സ്പിന്നിങ് മ്യൂള് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സ്പിന്നിങ് വീലിന്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങളുടെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ക്ലാസ്സിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അടുത്ത ചോദ്യം 2022 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. 2022 HSS സോഷ്യൽ സയൻസ് തമിഴ് മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്, വ്യാവസായിക വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ടുണ്ടായിരുന്ന വാട്ടർലൂം കണ്ടെത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. വാട്ടർലൂം അപ്പൊ നമ്മൾ സ്പിന്നിങ് മ്യൂള് നേരത്തെ പറഞ്ഞു. സ്പിന്നിങ് മ്യൂള് പോലത്തെ എന്താ പറയുന്നത്, അതുപോലത്തെ ഒരു യന്ത്രമാണ് വാട്ടർലൂം എന്ന് പറയുന്നത്. ശരിക്കും വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മളുടെ ഇതില് എന്താണ് ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ വന്നിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഫാക്ടറികളിൽ, ടെക്സ്റ്റൈൽസുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെഷീനാണ് ഈ വാട്ടർലൂം എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു മെഷീൻ തന്നെയാണ് സ്പിന്നിങ് മ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർലൂം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം. അപ്പൊ ആ വാട്ടർലൂം കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. റിച്ചാർഡ് ആർക്രൈറ്റ്, സാമുവൽ ക്രോംപ്റ്റൺ, ജെയിംസ് ഹർഗ്രീവ്സ്, റോബർട്ട് ഫുൾട്ടൺ. സാമുവൽ ക്രോംപ്റ്റൺ അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം സ്പിന്നിങ് മ്യൂൾ ആണ് പുള്ളിക്കാരൻ. സോ റിച്ചാർഡ് ആർക്രൈറ്റ്, ജെയിംസ് ഹർഗ്രീവ്സ്, റോബർട്ട് ഫുൾട്ടൺ. പറയൂ, ഇതിൽ ആരാണ് വാട്ടർലൂം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? പറയൂ. ഒരു ക്ലൂ ഞാൻ തരാം. ഇദ്ദേഹത്തിന്റെ പേരും ഇതിലെ ചില ഈ കണ്ടുപിടിച്ച ആളുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ സാമുവൽ ക്രോംപ്റ്റൺ, സ്പിന്നിങ് മ്യൂൾ, അങ്ങനെ ഒരു കണക്ഷൻ ഇതിലുണ്ട്. പറയൂ, അപ്പൊ ആരായിരിക്കും? വാട്ടർലൂം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് റിച്ചാർഡ് ആർക്രൈറ്റ് ആണ്. അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, മറക്കരുത്, റിച്ചാർഡ് ആർക്രൈറ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെയാണ് എഴുതുക, ആർക്രൈറ്റ് എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോ അതിൽ W ഉണ്ട്. അപ്പോൾ ആ W വെച്ച് നിങ്ങൾ എന്താക്കുക, വാട്ടർലൂം എന്ന് കണ്ടെത്താം. ഓക്കെ, അങ്ങനെ ഓർത്തു വെക്കുക, റിച്ചാർഡ് ആർക്രൈറ്റ് വാട്ടർലൂം എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ അത് മറന്നുപോല. ദെൻ HSS സോഷ്യൽ സയൻസ് മലയാളം മീഡിയം 2009 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. സ്പിന്നിങ് ജെന്നിയും ഇതേപോലെ എന്താണ് ടെക്സ്റ്റൈൽ മേഖലയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു യന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് ഈ സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്. സോ സ്പിന്നിങ് ജെന്നി, വാട്ടർലൂം, സ്പിന്നിങ് ജെന്നി, അതുപോലെ തന്നെ ഈ സ്പിന്നിങ് മ്യൂള്, ഇതെല്ലാം ടെക്സ്റ്റൈൽ മേഖലയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എക്യുപ്മെന്റുകളാണ്. ഇതിന്റെയൊക്കെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ തുന്നല് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, വസ്ത്രങ്ങളൊക്കെ തുന്നുന്നത് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നൂലുകൾ, നല്ല കട്ടിയുള്ള നൂലുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, ഫാസ്റ്റ് ആയിട്ട് തുന്നാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്
എന്താക്കിയിട്ടുണ്ടായിരുന്നത്? ഇത്തരത്തിലുള്ള പുതിയ എക്യുപ്മെന്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ സ്പിന്നിങ് ജെന്നി ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇയാളല്ല, റിച്ചാർഡ് ആർക്കറൈറ്റ് അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പിക്കാം. പിന്നെ ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ജെയിംസ് ഹർഗ്രീവ്സ് ആണ്. ഓക്കെ, ഇവരെല്ലാവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ റിച്ചാർഡ് ആർക്കറൈറ്റ് ആവട്ടെ, സാമുവൽ ക്രോംപ്റ്റൺ ആവട്ടെ, ജെയിംസ് ഹർഗ്രീവ്സ് ആവട്ടെ, ഇവരെല്ലാവരും ഇംഗ്ലീഷുകാരായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇംഗ്ലണ്ടിലാണ് ഇതിന്റെ തുടക്കം. ഇംഗ്ലീഷുകാരായിട്ടുണ്ടായിരുന്ന ആളുകളാണ് ഇവരെല്ലാം. സോ ജെയിംസ് ഹർഗ്രീവ്സ് എവിടെയാണ്? ജെയിംസ് ഹർഗ്രീവ്സ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതാണ് സ്പിന്നിങ് ജെന്നി. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ജെയിംസ് ഹർഗ്രീവ്സ്, അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് എന്നാണ്. അപ്പൊ ജെയിംസിന്റെ ജെ ആലോചിക്കുക, ഓർത്തു വെക്കുക. ഇവിടെ സ്പിന്നിങ് ജെന്നി എന്നുള്ളതിൽ ജെന്നി. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് മറക്കണ്ട. ആ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. സാമുവൽ ക്രോംപ്റ്റൺ, സ്പിന്നിങ് മ്യൂള്, വാട്ടർലൂം, റിച്ചാർഡ് ആർക്രൈറ്റ്, അതുപോലെ തന്നെ സ്പിന്നിങ് ജെന്നി, ജെയിംസ് ഹർഗ്രീവ്സ്, അതുപോലെ തന്നെ ഇതിൽ ഈ പറയുന്ന എഡ്മണ്ട് കാർട്ട്റൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും അമേരിക്കക്കാരനായിട്ടുണ്ടായിരുന്ന ഒരു ആളാണ്. ഇദ്ദേഹമാണ്, എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് ശരിക്കും ഇത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ടൺ ജിൻ ഉണ്ടല്ലോ, അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമാണ്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് കോട്ടൺ ജിൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. കോട്ടൺ ജിൻ, എഡ്മണ്ട് കാർട്ട്റൈറ്റ്, അമേരിക്കക്കാരനാണ് പുള്ളിക്കാരൻ. ഓക്കെ, മറക്കരുത്. ദെൻ ആ ഒരു സെയിം ചാപ്റ്റർ എന്നുള്ള മറ്റൊരു ചോദ്യമാണ്, ആ ഒരു സെയിം യൂണിറ്റിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് 1789 ജൂൺ മാസം 20-ാം തീയതി നടന്ന സംഭവം എന്താണെന്നാണ് ചോദ്യം. ഈ ചോദ്യം വന്നിട്ടുള്ളത് 2022-ലാണ്. 2022 HSS സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫ്രഞ്ച് വിപ്ലവം എപ്പോഴാണ് നടന്നിട്ടുണ്ടായിരുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയം എന്ന് പറയുന്നത് 1789-ആണ്. ഓക്കെ, 1789-ലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടന്ന ഒരു സമയം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. അപ്പോൾ ജൂൺ 20 എന്ത് നടന്നു എന്നാണ് ചോദ്യം. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ 20 നടന്ന സംഭവം എന്താണ് എന്നാണ് ചോദ്യം. ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചിട്ട് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ്? ബസ്റ്റീൽ ജയിലിന്റെ ആക്രമണത്തെ കുറിച്ചിട്ട്. അപ്പോൾ ബസ്റ്റീൽ ജയിൽ ആക്രമണമാണോ 1789 ജൂൺ മാസം 20 നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് മീൻസ് അതിന്റെ ഒരു ഓപ്ഷൻ അങ്ങനെയാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണോ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ആണോ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്? അതല്ല ടെന്നീസ് കോർട്ട് ഓത്താണോ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ടെന്നീസ് കോർട്ടിൽ ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന ഒരു പ്രതിജ്ഞ നടത്തിയിട്ടുണ്ടായിരുന്നു, അതാണോ ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട്? അതല്ല എന്നുണ്ടെങ്കിൽ ചർച്ചിന്റെ, സഭയുടെ കീഴിലുള്ള ഭൂമി കണ്ടുകെട്ടല്, അതായത് നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളുടെ കീഴിലുള്ള ഭൂമി കണ്ടുകെട്ടലാണോ നടത്തിയിട്ടുണ്ടായിരുന്നത്? അതായത് ചർച്ചിന്റെ കീഴിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന, സഭയുടെ കീഴിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഭൂമി ഇവര് സർക്കാർ ഏറ്റെടുത്തതാണോ നടന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കലാപകാരികൾ ഏറ്റെടുത്തതാണോ നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. അപ്പോ ഒന്ന് പറയൂ, ഏത് സംഭവമാണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്? 1789 ജൂൺ മാസം 20 നടന്ന സംഭവം എന്താണ്? ബസ്റ്റീൽ ജയിലിന്റെ തകർച്ച, മനുഷ്യാവകാശ പ്രഖ്യാപനം, ടെന്നീസ് കോർട്ട് ഓത്ത്, ചർച്ചിന്റെ കീഴിലുള്ള ഭൂമി കണ്ടെത്തൽ. ഇതിലേതാണ്? പറയൂ, ഏത് ഇവന്റ് ആണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫ്രഞ്ച് റവല്യൂഷൻ നടന്നൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ എവിടെയാണ്? ഫ്രാൻസിലാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ, അതായത് 1789-ലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന തത്വചിന്തകരാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന്റെ പിന്നിലെ യഥാർത്ഥ എന്താ പറയുന്നത് ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ, ഇങ്ങനെയുള്ള ആളുകളുണ്ട്.
അപ്പൊ ഇവരൊക്കെയാണ് ശരിക്കും ഇതിനൊരു ഊർജം പകർന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫ്രഞ്ച് റവല്യൂഷൻ അവരുടെ എഴുത്തുകൾ ആളുകളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആളുകൾ എന്താക്കുന്നത്, ഫ്രഞ്ച് റവല്യൂഷന് തുടക്കം കുറിക്കുന്നത്. സോ ഫ്രഞ്ച് റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ബോർബൺ ഡൈനാസ്റ്റിയിലെ ഭരണാധികാരികളാണ്. ബോർബൺ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയാണ് 16-ാം നൂറ്റാണ്ട് മുതൽക്കൊക്കെ ഫ്രാൻസിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന. 17-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഇവർ അധികാരത്തിലോട്ട് വരുന്നത്. സോ അങ്ങനെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ആ, 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 ഒരു ഡൈനാസ്റ്റിയാണ് ഏത്, ബോർബൺ ഡൈനാസ്റ്റി. ആ ഡൈനാസ്റ്റിയിലാണ് ലൂയി 14 ഉള്ളത്. ലൂയി 14 കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലൂയി 14 ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, ലൂയി 14 ബന്ധപ്പെട്ട ഒരു ചോദ്യം 2004 HSIക്ക് വന്നിട്ടുണ്ട്. അതായത് അന്ന് ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഞാനാണ് രാജ്യം, ഞാനാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ ആളാരാണ്, എന്നിട്ട് മാച്ച് ചെയ്യാനുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു 2004 HSI സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ലൂയി 14 ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ ഗവൺമെന്റ്, ഞാനാണ് സ്റ്റേറ്റ്, ഞാനാണ് രാജ്യം, ഞാനാണ് ഭരണകൂടം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇദ്ദേഹം വളരെ എന്താ പറയുന്നത്, ജനങ്ങളെ അടിച്ചമർത്തി ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരാളാണ് ലൂയി 14. അപ്പോൾ ഈ ലൂയി 14 നമ്മളുടെ മുഗൾ ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്ന ഷാജഹാന്റെ സമയത്തെ ഭരണാധികാരി കൂടെയാണ്. അപ്പോൾ ലൂയി 14 ബർബൺ ഡൈനാസ്റ്റിയിൽ രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സമയത്തല്ല കേട്ടോ റിവോൾട്ട്, ഈ റബല്യൻ, ഫ്രഞ്ച് റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ ശരിക്കും നടക്കുന്നത് ലൂയി 16 സമയത്താണ്. അതായത് ലൂയി 14 കഴിഞ്ഞ് ലൂയി 15 വരുന്നുണ്ട്. ലൂയി 15 കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, ലൂയി 16 വരുന്നത്. അപ്പൊ ലൂയി 16 സമയത്താണ് ഫ്രഞ്ച് റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെയാണ് ജനങ്ങൾ എല്ലാവരും കൂടെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതും പിന്നീട് അദ്ദേഹത്തെ ജനങ്ങള് വധിക്കുന്നതും കഴുമരത്തെ കയറ്റുന്നതൊക്കെ പിന്നീടാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫ് മാരി ആന്റോനും ഇതുപോലെ അവരെ ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവരെ വധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. തല അറുത്തു മാറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മറ്റേ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഗില്ലറ്റിൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് കലാപകാരികളായിട്ടുണ്ടായിരുന്ന ആളുകള് രാജാവിനെയും അതുപോലെ തന്നെ രാജാവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന, രാജഭരണത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകള്, കലാപകാരികൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെ വധിച്ചിട്ടുണ്ടായിരുന്ന ഒരു രീതിയാണ് ഈ ഗിലറ്റിൻ എന്ന് പറയുന്നത്. ഗിലറ്റിൻ എന്ന് പറഞ്ഞൊരു വലിയ 2 മരത്തിന്റെ കമ്പ് ഒരു കാല് പോലെ വെക്കും. എന്നിട്ട് അതിന്മേൽ ഒരു ഷാർപ്പായിട്ട് ബ്ലേഡ് ഇങ്ങനെ വെക്കും. അതായത് ഈ നിങ്ങൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഒരു ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു ബ്ലേഡ് ആയിരിക്കും അത് വരിക. ഈ ബ്ലേഡ് മറ്റേ നമ്മളുടെ എന്താ പറയുക, തമിഴ് സിനിമ വിക്രത്തിന്റെ സിനിമയിലൊക്കെ അത് കാണിക്കുന്നുണ്ട്, ഈ ഒരു ബ്ലേഡ്. അപ്പൊ ഈ ബ്ലേഡ് ഇങ്ങനെ ഒരു മരത്തിന്റെ കാലുമേൽ ഇങ്ങനെ കെട്ടി വെക്കുക ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു കയറുണ്ടായിരിക്കും, ആ കയറാണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലേഡ് നേരെ വന്ന് ഇവിടെ ആളുടെ തല ഉണ്ടായിരുന്നു. അപ്പൊ അയാളുടെ ആ തല ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് പോകും. അതിനാണ് ഗിലറ്റിൻ എന്ന് വിളിക്കുക. അപ്പൊ ഗിലറ്റിൻ ഇരയാക്കാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതാണ് ഒരു കോണ്ടെക്സ്റ്റ്. അതൊക്കെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഗിലറ്റിന് ഇരയാക്കുന്നതൊക്കെ അവരെ രണ്ടുപേരെയും. 1789 1792 കൂടിയിട്ടാണ് അവരെ ഗിലറ്റിന് ഇരയാക്കുന്നത്, രണ്ടാളെയും, ലൂയി 16 അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് മാരി ആന്റോനറ്റിനെയും. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. സോ നമുക്ക് ഇതിന്റെ ഉത്തരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ 20 നടന്ന കേസ് എന്താണെന്ന് അറിയാം. ജൂൺ 20 നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെന്നീസ് കോർട്ട് ഓത്താണ്. ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താണത്? അതായത് 1789 ഇയാള് നമ്മളുടെ ലൂയി 16 ഒരു മീറ്റിംഗ്, ഒരു പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നുണ്ട്. അവസാനമായിട്ട് ഫ്രഞ്ച് പാർലമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത് ലൂയി 14 സമയത്ത് 1680 എങ്ങാനുമാണ് അവസാനമായിട്ട് പാർലമെന്റ് ചേർന്നിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിൽ ഒരു പാർലമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്ന രാജാക്കന്മാർ ആരും തന്നെ പാർലമെന്റ് വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് അവര് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് ഇയാളാണ്, ലൂയി 16.
ലൂയി 16 സമയത്താണ് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്താണ് ഈ പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത്. അദ്ദേഹം എന്തിനാ പാർലമെന്റ് വിളിച്ചു ചേർത്തിട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് നികുതി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഫ്രാൻസ് വലിയ സിവിയർ ആയിട്ടുള്ള ഒരു എക്കണോമിക് ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോ ഫ്രാൻസിന്റെ ഒരു സാമൂഹ്യ സ്ഥിതി വെച്ചിട്ട് ഫ്രാൻസിൽ 3 വിഭാഗം ആളുകളാണ്, ആ സമൂഹത്തിൽ 3 വിഭാഗം ആളുകളാണ് ഉണ്ടായിട്ടുണ്ടായത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരോഹിതന്മാരായിട്ടുണ്ടായിരുന്ന ആളുകൾ. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുക്കന്മാരായിട്ടുണ്ടായിരുന്ന ആളുകൾ. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുണ്ടായിരുന്ന കർഷകരായിട്ടുണ്ടായിരുന്ന ആളുകൾ. അപ്പോ ഫ്രാൻസില് ഈ ബർബൺ ഡൈനാസ്റ്റി രാജ്യം ഭരിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ 2 എസ്റ്റേറ്റ് പ്രഭുക്കന്മാരെ കയ്യിൽ നിന്നും പുരോഹിതന്മാരെ കയ്യിൽ നിന്നും ടാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ടാക്സ് മൊത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നത് കർഷകരായിട്ടുണ്ടായിരുന്ന തേർഡ് എസ്റ്റേറ്റിൽ പെടുന്ന ആളുകളുടെ അടുത്ത് നിന്നാണ് ടാക്സ് മൊത്തത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ജനങ്ങൾ ആ സമയം മുതൽക്ക് ജനങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ അസംതൃപ്തി ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഈ ജനങ്ങൾ ഈ തേർഡ് എസ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് ടാക്സ് ഒക്കെ വാങ്ങുന്നത്. പക്ഷെ എന്തില്ല, അവർക്ക് ഭരണത്തിൽ വലിയ പങ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഗവൺമെന്റ് സർവീസിൽ അവരെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരെ ആർമിയിലോട്ടോ മറ്റുള്ളതിലോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഗവൺമെന്റ് സർവീസ്, ഗവൺമെന്റ് ജോലികളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പലതരത്തിലുള്ള ടാക്സുകൾ വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഗബേൽ എന്ന് പറയുന്ന ഉപ്പിന്റെ പേരിലുള്ള ടാക്സ്, അതുപോലെ തന്നെ എന്താ പറയുന്നത് ചർച്ച്, ക്രിസ്തീയ സഭകൾ അവരുടെ അടുത്ത് നിന്ന് ടിത്തെ എന്ന് പറയുന്ന ടാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് റിലീജിയസ് ടാക്സ്. ടിത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളായിട്ടുണ്ടായിരുന്ന ആളുകളും ഒരു ടാക്സ് ആർക്ക് കൊടുക്കണം? ക്രിസ്തീയ സഭയ്ക്ക് കൊടുക്കണം. അങ്ങനെയുള്ള നിയമങ്ങൾ. അപ്പോ ടാക്സ് കൊണ്ട് പൊറുതിമുട്ടിയിട്ടുണ്ടായിരുന്നു ആളുകൾ. ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് എന്ത് നടക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രാൻസിൽ ഈ ലൂയി 14 സമയം മുതൽക്ക് തന്നെ ഫ്രാൻസിൽ സിവിയർ ആയിട്ടുള്ള എക്കണോമിക് ക്രൈസിസ് ഉണ്ട്. കാരണം എന്താ? ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇംഗ്ലണ്ട്. അപ്പൊ ഇംഗ്ലണ്ടുമായിട്ട് സദാസമയം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫ്രാൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ വലിയൊരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു യുദ്ധങ്ങളൊക്കെ കാരണമായിട്ട്. അപ്പോ പിന്നീട് ഈ ലൂയി 16 സമയമാകുമ്പോഴേക്കും അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇംഗ്ലണ്ടുമായിട്ട്. അതിലൊക്കെ പരാജയപ്പെടുന്നുണ്ട് ഫ്രാൻസ്. സോ ആ ഒരു സമയത്താണ് ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഫുഡോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. വിലക്കയറ്റുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ജനങ്ങൾ അന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് എന്താക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. അപ്പോ ഇങ്ങനെ ഈ ഒരു സമയത്താണ് ഇയാള് ലൂയി 16 എന്ത് ചെയ്യുന്നത്? ടാക്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കുന്നുണ്ട്? ഒരു 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 പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നുണ്ട്. അതാണ് ജനറൽ അസംബ്ലി എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ മീറ്റിംഗ് പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇവര് 3 എസ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് എന്നൊക്കെ ഉള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ ഇതില് 300 ആളുകൾ വീതം ഫസ്റ്റ് എസ്റ്റേറ്റിൽ നിന്നും വന്നു, സെക്കൻഡ് എസ്റ്റേറ്റിൽ നിന്നും വന്നു. തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് 600 ആളുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതെന്താ സംഭവം? ഇവിടെ ഒരു ഇലക്ഷൻ, അതായത് ഇയാള് ഈ ലൂയി 16 പറഞ്ഞു എന്ത്, നമുക്ക് ടാക്സ് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അതിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു ആളുകളോട്. പാർലമെന്റ് ആണല്ലോ. അപ്പൊ പാർലമെന്റിന്റെ അനുവാദം ഇല്ലാതെ എന്താക്കാൻ പറ്റില്ല? ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ പാർലമെന്റ് വിളിച്ചു ചേർത്തു. അങ്ങനെ ഈ ഈ മൂന്ന് എസ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളും വന്നു. അപ്പോ ഈ വന്ന സമയത്ത് ഇവര് ഈ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും മാത്രമാണ്. അവരൊക്കെ ഓരോരോ ഹാളിലാണ് അവരൊക്കെ മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ജോയിന്റ് മീറ്റിംഗ് വന്ന സമയത്ത്, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു മീറ്റിംഗ് വന്ന സമയത്ത് ഈ ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് എസ്റ്റേറ്റിനും സെക്കൻഡ് എസ്റ്റേറ്റിനും മാത്രം. തേർഡ് എസ്റ്റേറ്റിനും 3-മത്തെ എസ്റ്റേറ്റിനും കർഷകരായിട്ടുണ്ടായിരുന്ന ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് അവരുടെ റെപ്രസെന്റേറ്റീവ്സിന് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല? ഇരിക്കാൻ ഇരിപ്പിടമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരെ ഏറ്റവും ബാക്കിലും, ഈ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും കഴിഞ്ഞിട്ട് ഏറ്റവും ബാക്കിലാണ് അവരെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വിവേചനങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും പറഞ്ഞ് ഞങ്ങൾ 300 ആളുകൾക്കും ഒരു വോട്ടിംഗ്, അതായത് ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നുള്ള രീതി മതി എന്ന് പറഞ്ഞു. പക്ഷേ തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു അത് പറ്റൂല,
ഓരോ ആളുകൾക്കും ഓരോ ഓരോ വോട്ട് കൊടുക്കണം. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ള 300 ആളുകൾക്ക് 300 വോട്ട്, സെക്കൻഡ് എസ്റ്റേറ്റിലുള്ള 300 ആളുകൾക്ക് 300 വോട്ട്, പിന്നെ തേർഡ് എസ്റ്റേറ്റിലുള്ള 600 ആളുകൾക്ക് 600 വോട്ട്. അങ്ങനെ വേണം വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു. പക്ഷെ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവരെന്താക്കുന്നത്, ഈ തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾ അത് ആ പാർലമെന്റ് ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തോട്ട് വരുന്നത്. അവര് എന്നിട്ട് എന്ത് ചെയ്തു, അവര് ഈ മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വേഴ്സേൽ എന്ന് പറയുന്ന ഒരു കൊട്ടാരമുണ്ട് ഫ്രാൻസിൽ. അപ്പൊ വേഴ്സേൽ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്, അതാണ് ഇയാളുടെ ഔദ്യോഗിക വസതിയൊക്കെ. അപ്പൊ അവിടെ വെച്ചിട്ടാണ് മീറ്റിംഗ് ചേരുന്നത് രാജാവിന്റെ. അപ്പോ ആ മീറ്റിംഗിൽ ചേരുന്നു, അവിടെ വെച്ചിട്ട് ആ വേഴ്സേൽ കൊട്ടാരത്തിൽ നിന്ന് ഇവര് പുറത്തോട്ട് ഇറങ്ങുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ട്. ആ ടെന്നീസ് കോർട്ട് എന്ന് പറയുന്ന ഒരു അതായത് ആളുകൾ ടെന്നീസ് കളിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ടെന്നീസ് കോർട്ട് അവിടെ ഈ 600 ആളുകൾ തമ്പടിച്ചു. ആളുകൾ അങ്ങോട്ടേക്ക് വന്നു. അവര് ഒരു തീരുമാനം എടുക്കുകയാണ്, എന്ത്, ഫ്രാൻസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി ഉണ്ടാക്കുന്നത് വരേക്കും ഞങ്ങൾ ആരും പിരിഞ്ഞു പോകില്ല എന്നിവർ തീരുമാനിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോണ്ടക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 ആളുകളാണ്. ഈ 2 ആളുകളും മറ്റേ എസ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളാണ്. ഓക്കെ, മീരാബോ ആൻഡ് അബേസിയസ്. മീരാബോ എന്ന് പറയുന്നത് മീരാബോ എന്ന് പറയുന്നത് ഒരു പ്രഭുവാ. ഒരു പ്രഭു എന്ന് പറഞ്ഞ ലാൻഡ് ലോർഡ്, ജമ്മി. ഓക്കെ, അപ്പൊ ഈ ജമ്മിമാരായിട്ടുണ്ടായിരുന്ന ആളുകളാണ് സെക്കൻഡ് എസ്റ്റേറ്റിലുള്ളത്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ പുരോഹിതന്മാര്, പ്രീസ്റ്റുകൾ. അപ്പോ മീരാബോ എന്ന് പറയുന്ന ആള് ഇതേപോലെ സെക്കൻഡ് എസ്റ്റേറ്റിൽ നിന്നുള്ള ആളാണ്. അബേസിയസ് എന്ന് പറയുന്നത് ഇതേപോലെ പുരോഹിത വിഭാഗത്തിൽ ഫസ്റ്റ് പ്രീസ്റ്റ് അല്ലെങ്കിൽ ക്ലർജി വിഭാഗത്തിൽ പെടുന്നതാണ് ആര്, ഈ അബേസിയത. അപ്പോൾ ഇവരാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇവിടെ ചേരാണ്, ഈ ടെന്നീസ് കോർട്ടിൽ ചേരാണ്. അവരിന്നിട്ട് പറഞ്ഞു, എന്ത്, ഒരു പ്രതിജ്ഞ എടുത്തു, ഞങ്ങള് ഇനി ഇവിടം വിട്ട് പിരിഞ്ഞു പോകില്ല, എന്ത് ചെയ്യുന്നത് വരെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് വരേക്കും എന്ന് ഇവർ പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ്. അപ്പൊ അത് നടന്നിട്ടുണ്ടായിരുന്നത് ജൂൺ മാസം 20-നാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവർ പിന്നീട് എന്താക്കുന്നുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എഴുതി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഈ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു തുടക്ക കാലഘട്ടമാണ്. ഓക്കെ, തുടക്കത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് എന്ത്, ഈ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, മറക്കരുത്. ഓക്കെ, മറ്റൊരു ചോദ്യം 2016 HSA സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ചോദ്യം ഇങ്ങനെയാണ്, നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പരാജയം കുറിച്ച വാട്ടർലൂ യുദ്ധം നടന്ന വർഷം ഏതാണ് എന്നാണ് ചോദ്യം. നെപ്പോളിയനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നെപ്പോളിയൻ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഫ്രാൻസില് രാജാവായിട്ട് ഭരണത്തിൽ വന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് ആര്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരത്തിലോട്ട് വരുന്നത് 1799-കളിലാണ്, അല്ലെങ്കിൽ 1799 1800-കളിലാണ് ഫ്രാൻസിന്റെ ഭരണ തലപ്പത്തോട്ട് നെപ്പോളിയൻ വരുന്നത്. നെപ്പോളിയൻ ഒരു ആർമി കമാൻഡർ ആയിരുന്നു. പിന്നീട് ഫ്രാൻസിലെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ അധികാരത്തിലോട്ട് വരുന്നു, ഫ്രാൻസിൽ അധികാരത്തിലോട്ട് വരുന്നു. എന്നിട്ട് അദ്ദേഹം പിന്നീട് എന്താ ചെയ്യുന്നത്, ഫ്രാൻസിലോട്ട് അധികാരത്തിലോട്ട് വരുന്നു. അദ്ദേഹം പിന്നീട് അവിടുത്തെ ഒരു സ്വച്ഛാധിപതിയെ പോലെ അദ്ദേഹം പിന്നീട് ഭരണം നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ഓൾറെഡി ഉള്ള ഒരു ഗവൺമെന്റിനെ അട്ടിമറിയിലൂടെ, കലാപത്തിലൂടെ താഴെ ഇറക്കിയിട്ടാണ് അദ്ദേഹം അധികാരത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പിന്നീട് ഒരു രാജാവിനെ പോലെ അദ്ദേഹം അവിടെ ഭരണം നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പോപ്പിനെ ഉപയോഗിച്ചിട്ട്. പോപ്പ് അദ്ദേഹത്തെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പോപ്പിനെ കൊണ്ടുവരുന്നുണ്ട് ഫ്രാൻസിലോട്ടൊക്കെ നെപ്പോളിയൻ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ആർമി കമാൻഡർ ആയിരുന്നു നെപ്പോളിയൻ. പക്ഷെ ഒരു മിലിറ്ററി അട്ടിമറിയിലൂടെ അദ്ദേഹം ഫ്രാൻസിന്റെ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നെപ്പോളിയൻ യൂറോപ്പില് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നെപ്പോളിയൻ.
ഒരു 15 വർഷക്കാലം ശരിക്കും യൂറോപ്പ് മൊത്തത്തിൽ ഇദ്ദേഹത്തിന്റെ കൺട്രോളായി. യൂറോപ്പിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും നെപ്പോളിയൻ കീഴടക്കിയിട്ടുണ്ട്, എക്സെപ്റ്റ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിനെ കീഴടക്കാനും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നതിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി പ്രദേശങ്ങളെല്ലാം തന്നെ, ബാക്കി രാജാക്കന്മാരെല്ലാം, ഒട്ടുമിക്ക രാജാക്കന്മാരെയും ഇദ്ദേഹം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ റഷ്യയെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ഇറ്റലിയെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, പോർച്ചുഗൽ പിടിച്ചടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ യൂറോപ്പിന്റെ ജർമ്മനി, അങ്ങനെ യൂറോപ്പിന്റെ വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു ഏരിയ, വലിയൊരു ഭൂപ്രദേശം നെപ്പോളിയന്റെ കൺട്രോളിലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കീഴടക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നത് ബ്രിട്ടനെ മാത്രമാണ്. സോ ബ്രിട്ടനും അതുപോലെ തന്നെ ബ്രിട്ടനും അതുപോലെ തന്നെ ബ്രിട്ടന് ജർമ്മനി പോലുള്ള സഖ്യകക്ഷികളും നെപ്പോളിയനും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന യുദ്ധമാണ് ഈ വാട്ടർലൂ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർലൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രദേശമാണ്. ഓക്കെ, ഒരു അതായത് എന്റെ ഓർമ്മ ശരിയാണ് എന്നുണ്ടെങ്കിൽ ബെൽജിയത്തിലുള്ള ഒരു പ്രദേശമാണ് വാട്ടർലൂ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർലൂവിൽ വെച്ചിട്ടാണ് ആ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ആ യുദ്ധത്തിലാണ് നെപ്പോളിയൻ പരാജയപ്പെടുന്നത്. നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നുണ്ട് ഇംഗ്ലണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ പിന്നീട് നാട് കടത്തുന്നുണ്ട്. അദ്ദേഹത്തെ സെന്റ് ഹെലന എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് 1821 ആവുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അൾസർ ബാധിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഓരോ രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പോ അക്ബർ ചക്രവർത്തി ഇതേപോലെ ഡയേറിയ ബാധിച്ചിട്ടാണ് അക്ബർ ചക്രവർത്തി മരിച്ചിട്ടുണ്ടായിരുന്നത്. അതിശക്തമായിട്ടുള്ള വയറ്റിളക്കം മൂലം അല്ലെങ്കിൽ വയറിലുണ്ടായ പ്രശ്നങ്ങൾ മൂലമാണ് അക്ബർ ചക്രവർത്തി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെയാണ് ഇദ്ദേഹത്തിന് പക്ഷെ അൾസർ ആയിരുന്നു എന്നുള്ളതാണ് നെപ്പോളിയനെ ഇംഗ്ലീഷുകാർ വധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നെപ്പോളിയനെ വേറൊരു ഐലൻഡിലോട്ട് നാട് കടത്തി അവിടെ ഇരിക്കുന്ന സമയത്താണ് അൾസർ ബാധിക്കുന്നതും അദ്ദേഹം മരണപ്പെടുന്നു 1821. അപ്പോ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആ വാട്ടർലൂ യുദ്ധം എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഇതിനു മുന്നേ നെപ്പോളിയനെ 1813 ഇവർ പരാജയപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഇതേപോലെ ഒരു ഐലൻഡിലോട്ട് നാട് കടത്തുന്നുണ്ട്. ആ നാട് കടത്തിയിട്ടുണ്ടായിരുന്ന ആ ഐലൻഡിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. പിന്നീട് കുറച്ച് കാലഘട്ടം അദ്ദേഹം ഫ്രാൻസിൽ വീണ്ടും ഭരണാധികാരിയാണ്. ഏകദേശം ഒരു 100 ദിവസം എന്തോ അദ്ദേഹം ഫ്രാൻസിൽ ഭരണാധികാരിയായിട്ട് തുടരുന്നുണ്ട്. അതിനുശേഷമാണ് വാട്ടർലൂ യുദ്ധം പിന്നീട് നടക്കുന്നത്. അപ്പോൾ വാട്ടർലൂ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് 1815. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. 1815 എന്താക്കുന്നത്, വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. വാട്ടർലൂ 1815. അതില് നെപ്പോളിയൻ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറക്കരുത്, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ വാട്ടർലൂ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു ഏരിയയാണ്. നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, നോക്ക് നിങ്ങള്, സെയിം ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട് 2009, 2016 സെയിം ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. HSC സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ അത് വന്നിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ വാട്ടർലൂ എന്ന് പറയുന്നത്. 2 തവണ നമുക്കത് എക്സാമിന് വന്നിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വാട്ടർലൂ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ്? വാട്ടർലൂ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത് 1815. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, അതിലൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഓക്കെ, 1815 വാട്ടർലൂ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. നെപ്പോളിയൻ ആദ്യമായിട്ട് പരാജയപ്പെടുന്നത് 1813. റഷ്യയും അതുപോലെ തന്നെ ബ്രിട്ടൻ എല്ലാവരും കൂടെ ചേർന്ന് ബാറ്റിൽ ഓഫ് ലൈഫ് സ്പൈക്ക് എന്നാണ് ആ യുദ്ധത്തിന്റെ പേര്. ബാറ്റിൽ ഓഫ് ലൈഫ് സ്പൈക്കിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് പരാജയപ്പെടുന്നത്. അദ്ദേഹത്തെ ഇതേപോലെ ഒരു ഐലൻഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നാട് കടത്തുന്നുണ്ട്. അവിടെ നിന്നാണ് രക്ഷപ്പെട്ട് പിന്നീട് വാട്ടർലൂവിന്റെ സമയത്ത് ഫ്രാൻസിലോട്ട് വീണ്ടും അദ്ദേഹം തിരിച്ചു വരുന്നത്, 100 ദിവസം ഭരണാധികാരി ആവുന്നത്. പിന്നെയാണ് വാട്ടർലൂ നടക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം, ഓർത്തിരിക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, സോ 1815 വാട്ടർലൂ. ദെൻ 2022 തമിഴ് മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, HSC സോഷ്യൽ സയൻസിൽ. ചോദ്യം ഇങ്ങനെയാണ്: ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകൻ ഫ്രാങ്കോ മേരി അരൂത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടുള്ള ഇതിൽ നമ്മൾ പറഞ്ഞു എന്താണ്,
ഫ്രഞ്ച് റവല്യൂഷനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് തത്വചിന്തകരായിട്ടുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എഴുത്തുകൾ, അതുപോലെ തന്നെ ഡിഡെറോ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ എഴുത്തിലൂടെ. അവര് ഈ ബർബൺ ഡൈനാസ്റ്റിയിലെ രാജാവ് ബർബൺ ഡൈനാസ്റ്റിക്കെതിരെ എഴുതി അവരുടെ ബുക്കുകളിൽ. ബർബൺ ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർക്ക് അവർക്കെതിരെ അവരുടെ ബുക്കിൽ എഴുതി. അപ്പോൾ ഇതിലൊക്കെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എങ്ങനെയാണ് ജനങ്ങളെ ഈ ബർബൺ ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ അടിച്ചമർത്തി ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള വിഷയം വളരെ വ്യക്തമായിട്ട് അവർ അവരുടെ ബുക്കിലൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ബുക്ക് ആളുകൾ വായിക്കാനിടയാവുകയും അത് ആളുകളെ ഇൻസ്പയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റൂസോന്റെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ബുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രാജാവ് അധികാരത്തിൽ വരുന്നത് ഒരു സാമൂഹ്യ ഉടമ്പടി പ്രകാരം, ഒരു സോഷ്യൽ കോൺട്രാക്ട് പ്രകാരമാണ് ജനങ്ങളുമായിട്ടുള്ള. അതായത് ജനങ്ങൾ രാജാവിന് ടാക്സ് കൊടുക്കുന്നു, രാജാവ് എന്താക്കണം, ജനങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള എന്താ പറയുന്നത് ഒരു കാര്യം. അപ്പൊ ഇതാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതാണ് റൂസോന്റെ ഒരു ഐഡിയ. ജനങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്, പ്രൊട്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, രാജാവിനാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ രാജാവിന് ഒരിക്കലും ഭരണം നടത്താൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ആ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം പറയുന്നത്, ആ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കോട്ട്, മാൻ ഇസ് ബോൺ ഫ്രീ ബട്ട് എവറിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്. ഈ ഒരു ഡയലോഗോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസോട് കൂടിയിട്ടാണ്, ഈ ഒരു കോട്ടോട് കൂടിയിട്ടാണ് റൂസോ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ബുക്ക് അദ്ദേഹം തുടങ്ങുന്നത്. അതിന്റെ സോഷ്യൽ കോൺട്രാക്ടിന്റെ ആദ്യത്തെ പേജിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇതാണ്: മാൻ ഇസ് ബോൺ ഫ്രീ ബട്ട് എവറിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ എന്താണ്, ഫ്രീ ആയിട്ടാണ്, സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, പക്ഷെ എവിടെ പോയാലും മനുഷ്യൻ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമാണ്. അപ്പോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെയുള്ള ചോദ്യം, ഫ്രാങ്കോ മേരി അഴോഡ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നാണ് ചോദ്യം. റൂസോ, വോൾട്ടയർ, ഡിക്കൻസ്, മെഡിസ്കി. ആരാണ്? ഡിക്കൻസ് ആൻഡ് മെഡിസ്കി എന്നുള്ള രണ്ട് പേരുകൾ നമുക്ക് ഒഴിവാക്കാം. പിന്നെയുള്ളത് നമ്മൾ രണ്ടെണ്ണം നോക്കിയാൽ മതി. റൂസോ ആണോ വോൾട്ടയർ ആണോ നമ്മൾ നോക്കിയാൽ മതി. റൂസോന്റെ ബുക്ക് സോഷ്യൽ കോൺട്രാക്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നു, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോഷ്യൽ കോൺട്രാക്ട് ആണ് അദ്ദേഹത്തിന്റെ ബുക്ക്. അതുപോലെ തന്നെ വോൾട്ടയർ എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്കാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് ലോ അല്ല, ദ ഏജ് ഓഫ് ലൂയി എന്ന് പറയുന്നത്, ഏജ് ഓഫ് ലൂയി 14 എന്ന് പറയുന്ന ബുക്കാണ് വോൾട്ടയർ എഴുതിയിട്ടുണ്ട്. ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ദ ഏജ് ഓഫ് ലൂയി 14 എന്നുള്ള ബുക്കാണ് വോൾട്ടയർ എഴുതിയിട്ടുണ്ടായിരുന്നത്. മൊണ്ടസ്ക്യൂന്റെ ബുക്കിന്റെ പേരാണെന്ത്, ഈ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്ന, സ്പിരിറ്റ് ഓഫ് ലോ, LAW ലോ എന്ന് പറയുന്ന ബുക്ക്. വോൾട്ടയറിന്റെ ബുക്കിന്റെ പേര് ഏജ് ഓഫ് ലൂയി എന്നുള്ളതാണ്. ഏജ് ഓഫ് ലൂയി 14 ഇതാണ് അദ്ദേഹത്തിന്റെ ബുക്ക്. അപ്പോ ഈ ഒരു ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ലൂയി 14 എത്ര മോശമായിട്ടാണ് ഭരണം നടത്തിയിട്ടുണ്ടായത്, എങ്ങനെയാണ് ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറയൂ, ആരാണ് മേരി അറൗത്ത്, ഫ്രാങ്കോ മേരി അറൗത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ആരാണ്? റൂസോ ഓർ വോൾട്ടയർ? ആരായിരിക്കും? എന്തായാലും റൂസോ അല്ല, വോൾട്ടയർ ആണ് ഫ്രാങ്കോ മേരി അറൗത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കാം. ഓക്കെ, സോ എനിവേ ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഫ്രാങ്കോ മേരി അറൗത്ത്, വോൾട്ടയർ. ദെൻ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം 2016 സോഷ്യൽ സയൻസ് കന്നഡ മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ജനാധിപത്യ രാജ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം. ദേശീയ കൺവെൻഷൻ, നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പാർലമെന്റ് ആയിരുന്നു, ജനങ്ങളുടെ പാർലമെന്റ്. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഫ്രാൻസിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാർലമെന്റാണ്, നാഷണൽ കൺവെൻഷൻ. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാർലമെന്റ് ആണ്. അപ്പൊ അത് ഫ്രാൻസിനെ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് എപ്പോ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഏത് ഇയറിലാണത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ,
1798, 1792, 1789, 1787. 1787 എന്തായാലും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താ, ആ സമയത്ത് ഫ്രഞ്ച് റവല്യൂഷൻ നടന്നിട്ടില്ല. ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത് 1789. അപ്പൊ അതിനു ശേഷമാണ് എന്തായാലും. ഓക്കെ, നാഷണൽ കൺവെൻഷൻ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത് 1789 നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഫ്രാൻസിനെ ജനാധിപത്യ രാജ്യമായിട്ട്, ഫ്രാൻസിനെ ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് ദേശീയ കൺവെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്തല്ല. ഓക്കെ, അപ്പൊ 1798, 1792 ഇതിൽ ഏത് വർഷത്തിലാണ് നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ജനാധിപത്യ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്? പറയൂ. 1792 ഫ്രാൻസിനെ ജനാധിപത്യ രാജ്യമായിട്ട് ദേശീയ കൺവെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, 1792. ദെൻ ഇനി അടുത്ത് നമുക്ക് ഈ വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, വേൾഡ് വാർ എന്ന് പറയുന്നത് നിങ്ങളുടെ HSC സോഷ്യൽ സയൻസ് പാർട്ട് ബി സോഷ്യൽ സയൻസിന്റെ മൊഡ്യൂൾ നമ്പർ 1 അവസാനത്തെ യൂണിറ്റ് ആണ് ഈ വേൾഡ് വാർ എന്ന് പറയുന്നത്. രണ്ട് വേൾഡ് വാറുകളെ കുറിച്ചിട്ടാണ് ആ യൂണിറ്റ് പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും, അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്ന ചില എന്താ പറയുന്നത് അതിന്റെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്ന നമ്മളുടെ ഇത് എന്താണ് ഈ ഓർഗനൈസേഷനുകൾ, നമ്മളുടെ ഈ UNO, ലീഗ് ഓഫ് നേഷൻസ് എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷൻസ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ചോദ്യം. ഈ ഒരു ചോദ്യം ശരിക്ക് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കൂടെയാണിത്. ഓക്കെ, കാരണം ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് തന്നെയാണ്. ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്നതിന് മുന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് 1917. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയം ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയം എന്ന് പറയുന്നത് 1914 ടു 1918 ഫ്രഞ്ച് റവല്യൂഷന്റെ സമയം എന്ന് പറയുന്നത്. സോറി, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പോ അത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ റഷ്യൻ റവല്യൂഷൻ നടന്നിട്ടുണ്ട് 1917. ഈ റഷ്യൻ റവല്യൂഷൻ നടക്കാനും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരി തന്നെയാണ്. അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഈ സാർ ചക്രവർത്തിയാണ്. ഓക്കെ, സാർ ചക്രവർത്തി, ഈ റൊമാനോവ് ഡൈനാസ്റ്റിയിലെ സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ആളാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. നിക്കോളാസ് രണ്ടാമനും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുണ്ടായിരുന്ന സാറീന അലക്സാൻഡ്രിയ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് റഷ്യയില്. ഓക്കെ, നിക്കോളാസ് രണ്ടാമൻ, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക, അദ്ദേഹത്തിന്റെ വൈഫ് സാറീന അലക്സാൻഡ്ര, ഇവർ രണ്ടുപേരാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. അപ്പൊ അവര് രണ്ടുപേരും റൊമാനോവ് ഡൈനാസ്റ്റിയുടെ ഭാഗമാണ്. ഓക്കെ, റൊമാനോവ് ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടാണ് അവര് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഡൈനാസ്റ്റിയുടെ പേരതാണ്. അപ്പൊ ഈ ഡൈനാസ്റ്റി ജനങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് റഷ്യയിൽ എന്താവുന്നത്, റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. റഷ്യൻ റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു 1917. ഒരൊറ്റ വർഷം മാത്രമാണ് നടന്നിട്ടുണ്ടായിരുന്നത്, 1917. അതിലത് ആ വർഷം നടക്കുന്നു. ആ വർഷത്തിൽ തന്നെ ഒരു പുതിയൊരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരുന്നു റഷ്യയിൽ. ലോകത്ത് ആദ്യമായി കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് റഷ്യയിലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ലോകത്ത് ആദ്യമായി കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് റഷ്യയിലാണ്. അപ്പൊ അത് റഷ്യയിൽ ആ റവല്യൂഷൻ നടക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, സോവിയറ്റുകളുടെ, അതായത് തൊഴിലാളികളുടെ ഓർഗനൈസേഷൻ സോവിയറ്റുകൾ രൂപപ്പെടുന്നുണ്ട്. ഫ്രഞ്ച് റവല്യൂഷനെ പറഞ്ഞ പോലെ ആളുകളുടെ എഴുത്തുകൾ സ്വാധീനിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ടോൾസ്റ്റോയ്, ഗ്രോസ്കി, കാൾമാർക്സ് തുടങ്ങിയ ആളുകളുടെ എഴുത്തുകൾ, അവരുടെ ബുക്കുകൾ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്, റവല്യൂഷനെ സ്വാധീനിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കാൾമാർക്സിനെ പോലുള്ള ആളുകളുടെ ബുക്കുകൾ. അപ്പൊ അതുമൂലമാണ്, അത് കാരണമായിക്കൊണ്ടാണ് ആളുകൾ അവിടുത്തെ റൊമാനോവ് ഡൈനാസ്റ്റിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്, റവല്യൂഷൻ നടക്കുന്നത്. ഈ റവല്യൂഷനിൽ സ്ത്രീകളുടെ പങ്ക് വലുതാണ്. സ്ത്രീകള് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
ഈ റവല്യൂഷന്റെ ഭാഗമായിക്കൊണ്ടാണ് ബ്ലഡി സൺഡേ ഇൻസിഡന്റ് ഒക്കെ നടക്കുന്നത്. ജനങ്ങൾ പ്രക്ഷോഭം നടത്തിയപ്പോൾ രാജാവ് ജനങ്ങളെ കൊന്നൊടുക്കി. ഒരുപാട് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതിനെയാണ് ബ്ലഡി സൺഡേ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫാദർ ഗേപ്പൺ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു. 1904 ബ്ലഡി സൺഡേ ഇൻസിഡന്റ് നടക്കുന്നത്, രക്തരൂക്ഷിതമായിട്ടുള്ള സൺഡേ. അത് കാരണം അത് കലാപകാരികളായിട്ടുണ്ടായ, അതായത് ഈ ജനങ്ങള് കലാപം നടത്തുന്നത് റഷ്യയില് ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട്. ആ മീറ്റിങ്ങിനെതിരെ ഈ ഇയാളുടെ നിക്കോളാസിന്റെ സൈന്യം വന്ന് വെടിവെക്കുന്നുണ്ട്. അങ്ങനെയാണ് ആളുകൾ മരണപ്പെടുന്നത്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനാണ് ബ്ലഡി സൺഡേ ഇൻസിഡന്റ് എന്ന് വിളിക്കുക. അതൊരു ഒരു ഞായറാഴ്ച ദിവസമാണ് നടന്നിട്ടുണ്ടായത്. അതുകൊണ്ടാണ് അതിനെ ബ്ലഡി സൺഡേ ഇൻസിഡന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് അത് നടക്കുന്നത്. ഒരുപാട് വർഷം മുന്നേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഇപ്പോ ഒറ്റ രാത്രി കൊണ്ട് നടന്ന ഒരു സംഭവമല്ല ഈ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് മുന്നേ ഒരുപാട് ഇവന്റുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഇവന്റ് മാത്രമാണ് ഈ ബ്ലഡി സൺഡേ ഇൻസിഡന്റ് എന്ന് പറയുന്നത്, 1904. പിന്നെ റഷ്യ എന്താക്കുന്നുണ്ട്, ഫസ്റ്റ് വേൾഡ് വാറിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കൂടെ. അത് കാരണമായിക്കൊണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ റഷ്യ കടന്നു പോയിട്ടുണ്ടായിരുന്നു. റഷ്യയിലെ ആളുകൾ, കൃഷിക്കാർ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും ആർമിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. സാധാരണക്കാരായിട്ടുണ്ടായിരുന്ന ആളുകൾ പട്ടിണി കിടന്ന് മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ വലിയ പ്രക്ഷോഭം കാര്യങ്ങളും നടക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 പാർട്ടികളാണ്, ഈ ജനങ്ങളുടെ പാർട്ടികൾ. മെൻഷവിക്കുകളും ബോൾഷെവിക്കുകളും ഉണ്ട് ഇതില്. അതായത് സോവിയറ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയാണ് പിന്നീട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, മെൻഷവിക്കുകളായിട്ടും ബോൾഷെവിക്കുകളായിട്ടും. അതിൽ മെൻഷവിക്കുകളുടെ പാർട്ടി അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലായിരുന്നു. ബോൾഷെവിക്കുകളുടെ പാർട്ടി ലെനിന്റെ നേതൃത്വത്തിലായിരുന്നു. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ മെൻഷവിക്കുകളും ബോൾഷെവിക്കുകളും ഒക്കെ തമ്മിൽ. അപ്പോ റഷ്യൻ റവല്യൂഷൻ നടന്നു. 1917 റഷ്യൻ റവല്യൂഷൻ നടന്ന സമയത്ത് ആദ്യം അധികാരത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫെബ്രുവരി റവല്യൂഷനൊക്കെ. അതാണ് കെരൻസ്കിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന വിപ്ലവമാണ് ഫെബ്രുവരി റവല്യൂഷൻ. ഫെബ്രുവരി റവല്യൂഷന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന കെരൻസ്കിയാണ്. ഓക്കെ. ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ റവല്യൂഷനും 2 റവല്യൂഷനുകൾ ഇതിന്റെ ഭാഗമായിട്ട്, റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു റവല്യൂഷൻ നടക്കുന്നു. കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരുന്നു. നിക്കോളാസ് രണ്ടാമനെ താഴെ ഇറക്കുന്നു. നിക്കോളാസ് രണ്ടാമൻ രാജിവെച്ച് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് രാജഭരണം അവിടെ അവസാനിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ഇവിടെ റഷ്യയിൽ സ്ഥാപിതമാവുന്നത്. അപ്പോ ഇദ്ദേഹം കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അവിടെ വലിയ മാറ്റങ്ങളൊന്നും റഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പഴയ കാര്യങ്ങൾ അതേപോലെ കണ്ടിന്യൂ ചെയ്തു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കെരൻസ്കി അധികാരത്തിൽ വന്നപ്പോ കെരൻസ്കി അവിടെ അധികാരം പിടിച്ചു. പക്ഷെ കെരൻസ്കി എന്താക്കിയിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടായത്. കെരൻസ്കിയുടെ ഗവൺമെന്റ് ഫസ്റ്റ് വേൾഡ് വാറിൽ നിക്കോളാസ് രണ്ടാമനെ പോലെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം 1917 പുതിയൊരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരുന്നു. ശരിക്കും കെരൻസ്കിക്ക് എന്ത് ചെയ്യാം, ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാം. കാരണം എന്താ, ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ, ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം പോലും കിട്ടാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് റഷ്യ. ആ ഒരു സമയത്താണ് ഇയാള് പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇയാൾ എന്താക്കിയില്ല, പിന്നോട്ട് വന്നില്ല. ഇയാൾ യുദ്ധം കണ്ടിന്യൂ ചെയ്തു. റഷ്യ കൂടുതൽ പ്രശ്നത്തിലായി. അപ്പൊ അങ്ങനെയാണ് സോഷ്യലിസ്റ്റുകളായിട്ടുണ്ടായിരുന്ന നമ്മളുടെ ലെനിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു ആർമി കെരൻസ്കിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് റഷ്യയിൽ പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന റവല്യൂഷനാണ് ഒക്ടോബർ റവല്യൂഷൻ. അപ്പൊ ഒക്ടോബർ റവല്യൂഷൻ ആർക്കെതിരെയാണ്? ഒക്ടോബർ റവല്യൂഷൻ കെരൻസ്കിക്കെതിരെയാണ്, സോഷ്യലിസ്റ്റ് ഗവൺമെന്റിനെതിരെയാണ് ഒക്ടോബർ റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി റവല്യൂഷനോ നിക്കോളാസിനെതിരെ, റൊമാനോവ് ഡൈനാസ്റ്റിയെ നിക്കോളാസിനെതിരെയാണ് അത് നടന്നത്, രാജഭരണത്തിനെതിരെയാണ് ഫെബ്രുവരി റവല്യൂഷൻ. സോഷ്യലിസ്റ്റ് ഗവൺമെന്റിന് എതിരെ തന്നെയാണ് ഒക്ടോബർ റവല്യൂഷൻ നടന്നിട്ടുണ്ട്. ഒക്ടോബർ റവല്യൂഷന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ബോൾഷെവിക്കുകളാണ്.
ബോൾഷെവിക്കുകളുടെ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന ആളാണ് ആര്? ഇയാള് ആര്? ആ, ലെനിൻ. ലെനിന് ട്രോട്സ്കി ലെനിന് ട്രോട്സ്കി ഇവർ രണ്ടുപേരുമാണ് ഒക്ടോബർ റവല്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ ലെനിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പിന്നീട് ഒക്ടോബറിൽ അധികാരത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ലെനിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 1917 ഒക്ടോബറിൽ അധികാരത്തിൽ വന്നപ്പോ എന്താക്കുന്നുണ്ട്? യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. ഓക്കെ, യുദ്ധം സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഏത് സന്ധിയിൽ വെച്ചിട്ടാണ് ലെനിൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാവും, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ലെനിൻ പിന്മാറിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ബ്രസ്റ്റ് ലിറ്റോവിസ്ക്, വോഴ്സേൽ ട്രീറ്റി, മ്യൂണിക് ഉടമ്പടി, സെന്റ് ജെർമെയിൻ. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ 3 ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഉടമ്പടികളാണ്. ഒന്ന് മാത്രമാണ് ഫസ്റ്റ് വേൾഡ് വാറിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഉടമ്പടി. ഇപ്പൊ ഇതില് നിങ്ങൾ ഈ വേഴ്സൽ ട്രീറ്റിയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. വേഴ്സൽ ട്രീറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം 1918 ജർമ്മനിയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന വിജയിച്ച രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും റഷ്യയൊക്കെ ജർമ്മനിയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രീറ്റിയുടെ പേരാണ് വേഴ്സൽ ട്രീറ്റി. ഈ ട്രീറ്റി പ്രകാരമാണ് ജർമ്മനിക്ക് ഒരുപാട് പ്രദേശങ്ങളിൽ അൽസെൽ ലൊറൈൻ എന്ന് പറയുന്ന പ്രദേശം നഷ്ടപ്പെടുന്നുണ്ട്. വലിയ കോമ്പൻസേഷൻ ജർമ്മനിക്ക് നൽകേണ്ടി വരുന്നുണ്ട്. 2 മില്യണോളം രൂപ നൽകേണ്ടി, രൂപയല്ല, 2 മില്യണോളം ഡോളർ നൽകേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ തുക വാർ കോമ്പൻസേഷൻ ആയിട്ട് വേഴ്സൽ ട്രീറ്റി പ്രകാരം ജർമ്മനിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ വേഴ്സൽ ട്രീറ്റിയാണ് പിന്നീട് സെക്കൻഡ് വേൾഡ് വാർ നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ വേഴ്സൽ ട്രീറ്റി എന്തായാലും അല്ല. കാരണം എന്താണ്? അത് വേഴ്സൽ ട്രീറ്റി ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത് ഇതേപോലെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഒന്നാണ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് എന്റെ ഓർമ്മ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇയാൾ ലെനിനും അതുപോലെ തന്നെ ഹിറ്റ്ലറും തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഉടമ്പടിയുടെ പേരാണ് മ്യൂണിക് ഉടമ്പടി. മ്യൂണിക് അഗ്രിമെന്റ് ഒന്നുകിൽ മ്യൂണിക് അഗ്രിമെന്റ് എന്ന് പറയുന്നത് ജർമ്മനിയും റഷ്യയും തമ്മിൽ നടത്തിയത്, അതല്ല എന്നുണ്ടെങ്കിൽ ജർമ്മനിയും ബ്രിട്ടനും തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു അഗ്രിമെന്റ്. ഇത് രണ്ടിലേതോ ഒന്നാണ് മ്യൂണിക്. കറക്റ്റ് ഓർമ്മ ചിലപ്പോൾ മറന്നുപോയി. മ്യൂണിക് ഉടമ്പടി. അപ്പൊ മ്യൂണിക് ഉടമ്പടിയും എന്തായാലും അല്ല. ഓക്കെ. പിന്നെ സെന്റ് ജെർമൻ എന്ന് പറയുന്നത് എന്താ? സെന്റ് ജെർമൻ എന്ന് പറയുന്നത് ഇതേപോലെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഒപ്പിട്ടിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഉടമ്പടിയാണ് സെന്റ് ജെർമൻ ഉടമ്പടി. ഓക്കെ. സെന്റ് ജെർമൻ ഉടമ്പടി പ്രകാരമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന രാജ്യമാണ് ഈ ഓസ്ട്രിയക്കെതിരെയാണ് ഈ സെന്റ് ജെർമൻ ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഓസ്ട്രിയയുമായിട്ടാണ് ബ്രിട്ടനും ഫ്രാൻസും ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന കരാറാണ് സെന്റ് ജെർമൻ. അതുപോലെ തന്നെ പിന്നെ മറ്റൊന്നാണ് ട്രീറ്റി ഓഫ് സെവറസ്. സെവറസ് ഉടമ്പടി ഫസ്റ്റ് വേൾഡ് വാറിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഉടമ്പടിയാണ്. പക്ഷെ ആ ഉടമ്പടി ബ്രിട്ടനും ഫ്രാൻസും ആരുമായിട്ടാണ് ഉടമ്പടി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ തുർക്കിയുമായിട്ടാണ് ആ ഉടമ്പടി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോവിസ്ക് ആണ്. ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോവിസ്ക് പ്രകാരമാണ് എന്താക്കുന്നത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുന്നത്, ലെനിന്റെ നേതൃത്വത്തിലുള്ള റഷ്യ പിന്മാറുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. പിന്നെ 2009 HS സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയ പ്രധാനപ്പെട്ട സംഭവം എന്താണെന്നാണ് ചോദ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയ സംഭവം എന്താണ്? ജെറുസലേമിന്റെ പതനാണോ? ഓസ്ട്രിയ ഹംഗറി വേർപാടാണോ? റഷ്യയുടെ പിന്മാറ്റമാണോ? അമേരിക്കയുടെ യുദ്ധപ്രവേശമാണോ? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയ സംഭവം റഷ്യയുടെ പിന്മാറ്റമൊന്നും എന്തല്ല ലോകത്തിന്റെ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയിട്ടുണ്ടായിരുന്ന ഒന്നല്ല. കാരണം എന്താ? റഷ്യ പിന്മാറിയിട്ട് 1917 റഷ്യ പിന്മാറിയിട്ടും ഒന്നാം ലോക മഹായുദ്ധം ഫസ്റ്റ് വേൾഡ് വാർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഷ്യയുടെ പതനം എന്തായാലും ഒരു ഉത്തരമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ റഷ്യ അല്ല. പിന്നെ ജെറുസലേമിന്റെ പതനവും ഫസ്റ്റ് വേൾഡ് വാറും തമ്മിൽ വലിയ കണക്ഷൻ ഒന്നുമില്ല. ഓക്കെ, അതിന് ഇതുമായിട്ടൊരു കണക്ഷനും ഇല്ല. അപ്പോൾ അതും നമുക്ക് എന്താക്കാം? ഒഴിവാക്കാം. ജെറുസലേമിന്റെ പതനവും എന്തല്ല
ഇതിന്റെ ഒരു കാരണമല്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയ ഒരു സംഭവമൊന്നുമല്ല അത് ജെറുസലേമിന്റെ പതനം എന്ന് പറയുന്നത്. പിന്നെ ഓസ്ട്രിയ ഹംഗറി വേർപാട്, അമേരിക്കയുടെ യുദ്ധപ്രവേശം. ഏതാണിതില് പറയും? ഓസ്ട്രിയ ഹംഗറി വേർപാടാണ്. ഓസ്ട്രിയ ഹംഗറി വേർപാടൊക്കെ നടക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പൊ അതെന്തായാലും അല്ല. ഓക്കെ, പിന്നുള്ളത് ഏത്? അമേരിക്കയുടെ യുദ്ധപ്രവേശം. യെസ്, കറക്റ്റ് ആണ്, അമേരിക്കയുടെ യുദ്ധപ്രവേശം. കാരണം അതുവരേക്കും ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാണ്? നമ്മളെ ഈ ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എന്റന്റെയാണ്. ട്രിപ്പിൾ അലയൻസിൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ടർക്കി തുടങ്ങിയ രാജ്യങ്ങൾ. ഓപ്പോസിറ്റ് സൈഡിൽ ട്രീറ്റി ഓഫ് ട്രിപ്പിൾ എന്റന്റെയില് ട്രിപ്പിൾ എന്റന്റെയില് ബ്രിട്ടന്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ. ഇതിൽ ഇറ്റലി ആദ്യം ജർമ്മനിയുടെ കൂടെ ആയിരുന്നു, ഇവിടെ ട്രിപ്പിൾ അലയൻസിലായിരുന്നു. പിന്നീട് 1915 ഇറ്റലി എന്താക്കുന്നുണ്ട്? ബ്രിട്ടന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമേരിക്കയുടെ യുദ്ധപ്രവേശം, അമേരിക്ക അന്ന് ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അമേരിക്ക ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് വേൾഡ് വാറിലും അങ്ങനെ പങ്കെടുത്തിട്ടില്ല, സെക്കൻഡ് വേൾഡ് വാറിലും അമേരിക്ക ആദ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. രണ്ട് കാരണമായിക്കൊണ്ടാണ് അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായത്. ഒന്ന്, ഫസ്റ്റ് വേൾഡ് വാറിന് ഒരു കാരണം, സെക്കൻഡ് വേൾഡ് വാറിന് മറ്റൊരു കാരണം. ഫസ്റ്റ് വേൾഡ് വാറിൽ അമേരിക്ക പങ്കെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കന്റെ ഒരു കപ്പലുണ്ടായിരുന്നു. അതായത് ബ്രിട്ടന്റെ കപ്പലാണത്. ആ കപ്പലിൽ ഒരുപാട് അമേരിക്കക്കാരായിട്ട് 120ഓളം 140ഓളം അമേരിക്കക്കാരായിട്ടുണ്ടായിരുന്ന ആളുകളുണ്ട്, സൈനികരായിട്ടുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ജർമ്മനിയുടെ അന്തർവാഹിനി, ജർമ്മനിയുടെ സബ്മറൈൻ യു ബോട്ടുകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. യു ബോട്ടുകൾ, ക്യൂ ഷിപ്പുകൾ. യു ബോട്ടുകൾ ജർമ്മനിയുടെ അന്തർവാഹിനികളാണ് യു ബോട്ടുകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടന്റെ അന്തർവാഹിനികളാണ് ക്യൂ ഷിപ്പുകൾ. എന്താണ് ക്യൂ ഷിപ്പുകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവരുടെ ബ്രിട്ടന്റെ ഒരു ലൂസിത്താനിയ എന്ന് പറയുന്ന ഒരു കപ്പൽ ഉണ്ടായിരുന്നു. ഓക്കെ, ലൂസിത്താനിയ. അപ്പൊ ആ കപ്പല് ജർമ്മനി എന്താക്കി മുക്കിക്കളഞ്ഞു, അവരുടെ യു ബോട്ട് ഉപയോഗിച്ചു, ലൂസിത്താനിയ. അപ്പൊ അതിൽ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് അമേരിക്കക്കാരായിട്ടുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ അമേരിക്കയിലെ ആളുകൾ കൊല്ലപ്പെട്ടു, ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടു. അതോടുകൂടിയിട്ടാണ് വുഡ്രോ വിൽസൺ, അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. അപ്പൊ വുഡ്രോ വിൽസൺ ആണ് പിന്നീട് എന്താക്കുന്നത്, യുദ്ധം ഡിക്ലെയർ ചെയ്യുന്നു. അമേരിക്ക ഇന്റർഫിയർ ചെയ്യുന്നു, അമേരിക്കയുടെ യുദ്ധപ്രവേശം. സോ അമേരിക്കയുടെ യുദ്ധപ്രവേശനമാണ് ശരിക്കും ഇതിന്റെ ഗതി മാറ്റിയിട്ടുണ്ടായത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ആദ്യം അതിന്റെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഇവരാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആര്? ഈ ജർമ്മനി, ഓസ്ട്രിയ ടീമാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്, തുർക്കി ടീമാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അമേരിക്ക വന്നതോട് കൂടിയിട്ട് അമേരിക്കത്തിൽ ഇന്റർഫിയർ ആവുന്ന അമേരിക്ക ഒരുപാട് ആളുകൾക്ക്, അമേരിക്കയുടെ കൂടെയുള്ള സഖ്യകക്ഷികൾക്ക് യുദ്ധങ്ങളും തോക്കുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ നല്ല യുദ്ധം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ അമേരിക്കയുടെ യുദ്ധപ്രവേശമാണ് ശരിക്കും എന്താക്കിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കാരണം. അപ്പോ ഈ ലൂസിത്താനിയ എന്ന് പറയുന്ന കപ്പല് ആക്രമിക്കപ്പെടുന്നത് 1915. അപ്പൊ 1915 നിങ്ങൾ ഓർത്തിരിക്കുക, കപ്പൽ ആക്രമിക്കപ്പെട്ടു. അതോടുകൂടിയിട്ടാണ് എന്താക്കുന്നത്, അമേരിക്ക യുദ്ധത്തിൽ ഇറങ്ങുന്നത്, അമേരിക്ക ഇന്റർഫിയർ ചെയ്യുന്നത്, അമേരിക്ക ബ്രിട്ടന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെയാണ് ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ കേസിലും അമേരിക്ക ആദ്യ യുദ്ധത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ്, തുടക്കത്തിൽ വിട്ടുനിന്നിട്ടുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും അമേരിക്കയും. സെക്കൻഡ് വേൾഡ് വാറിൽ ജോയിൻ ചെയ്യുന്ന 1941. 1939 സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർ ജോയിൻ ചെയ്യുന്നിട്ടുണ്ടായിരുന്നില്ല. അമേരിക്ക പിന്നീടാണ് ജോയിൻ ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ചൈനയും ജപ്പാനുമായിട്ടുള്ള ഇഷ്യൂ ആണ് കാരണം. ജപ്പാൻ ചൈനയെ ആക്രമിച്ചു, പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. നോർത്തേൺ ചൈനയുടെ ചില പ്രദേശങ്ങൾ, മഞ്ചൂരിയ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ജപ്പാൻ അത് വിട്ട് ചൈനക്ക് തിരിച്ചു വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക. കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ അന്ന് കണക്ഷൻ ഉണ്ട്. അപ്പോ അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് റഷ്യ ചൈനയെ പിടിച്ചെടുക്കുന്നത് പിന്മാറണം എന്ന് പറഞ്ഞു. പക്ഷെ അത് റഷ്യ കേട്ടിട്ടുണ്ടായിരുന്നില്ല. സോ റഷ്യയിലെ ജപ്പാൻ അനുസരിച്ചിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെയാണ് ജപ്പാന്റെ മുകളിൽ വലിയൊരു സാമ്പത്തിക ഉപരോധം ആരേർപ്പെടുത്തുന്നത്? അമേരിക്ക ഏർപ്പെടുത്തുന്നത്. അതോടുകൂടിയിട്ടാണ് പ്രശ്നം കൂടുതൽ വഷളാവുന്നത്. അങ്ങനെയാണ് ജപ്പാൻ എന്താക്കുന്നത്? അമേരിക്കയിലെ ഈ പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുന്നത്. അതോടുകൂടിയിട്ടാണ് പിന്നീട് അണുബോംബ് വർഷം, അത് 941 പേൾ ഹാർബർ അറ്റാക്ക് നടക്കുന്നത്. 945 എന്താക്കുന്നത്? അമേരിക്ക ആറ്റം ബോംബ് വർഷിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അമേരിക്ക ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, 2009 HSIക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അമേരിക്കയുടെ വരവ്, അമേരിക്ക യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുവരെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ബാക്കി ചോദ്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് എന്താക്കാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇതുവരെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. സോ താങ്ക് യു.